മേപ്പാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ അവിടെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മിഥുൻ പിള്ള തുടരുന്നുണ്ട്. മിഥുൻ പിള്ള, അവിടെ നിലവിലുള്ള NDRFനെ പോലുള്ള സർക്കാർ സംവിധാനങ്ങളല്ലാതെ സേവാഭാരതിയുടെ സേവനവും നമുക്ക് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. സേവാഭാരതി ഇത്തരത്തിലുള്ള ദുരന്തമുഖങ്ങളിലെല്ലാം ഓടിയെത്തുന്ന സന്നദ്ധ സംഘടനയാണ്. സേവാഭാരതിയുടെ പ്രവർത്തകർ ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് അവിടെ നടത്തുന്നത്? മണ്ണ് മാറ്റുന്ന പ്രക്രിയയിലായിരിക്കുമല്ലോ അവർ ഇപ്പോൾ സേവന സന്നദ്ധരായി രംഗത്തുള്ളത്. മിഥുൻ പിള്ള. മിഥുൻ കേൾക്കാമെങ്കിൽ മിഥുൻ കേൾക്കാം. അവിടെ മേപ്പാടിയിലെ കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. NDRFനെ പോലുള്ള സർക്കാർ സംവിധാനങ്ങൾ വലിയ നിലയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, ഒരു പകലിൻ്റെ വെളിച്ചം അവസാനിക്കാൻ പോകുന്നു. ഇനിയും ഇരുട്ടിലേക്ക് പോകുമ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അവിടെ വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ സർക്കാർ സംവിധാനങ്ങളെ സഹായിക്കാനായി സേവാഭാരതി രംഗത്തുണ്ട്. സേവാഭാരതിയുടെ പ്രവർത്തകർ രക്ഷാപ്രവർത്തനവുമായി ഈ NDRFനെ പോലുള്ള സുരക്ഷാ ഭടന്മാരെ സഹായിക്കാൻ രംഗത്തുണ്ട്. മിഥുൻ പിള്ള കേൾക്കാമെങ്കിൽ ഈ സേവാഭാരതിയുടെ സേവനം ഏത് തരത്തിലാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്? മണ്ണ് മാറ്റുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിലായിരിക്കുമല്ലോ ഈ പ്രവർത്തകർ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. മിഥുൻ പിള്ള കേൾക്കാമെങ്കിൽ. വിനോദ, ഇപ്പോഴും തിരച്ചിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു പ്രദേശത്ത്. നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നുണ്ട്, താഴ്ഭാഗത്തൊരു വീടിൻ്റെ മുക്കാൽ ഭാഗത്തോളം മണ്ണ് മൂടിയിട്ടുണ്ട്. അവിടെ ആരും താമസം ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. ആ സമയത്തേക്കൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് പോയിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ NDRF കൂടാതെ വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരൊക്കെ തന്നെ സജീവമായി ഇവിടെയുണ്ട്. കാരണം ഒരു ജീവനെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുക എന്ന ഒരൊറ്റ ചിന്താഗതിയുടെ പുറത്ത് തന്നെയാണ് വിവിധ സേവാഭാരതി അടക്കം വിവിധ സംഘടനകളുടെ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോഴാ ഈ വലിയ തോതിലുള്ള ചെളിയാണ്. നമുക്ക് മണ്ണ് എന്ന് പറയാൻ കഴിഞ്ഞുള്ള മഴ കൂടി പെയ്ത് മൊത്തത്തിൽ വെള്ളം കൂടി വന്നതോട് ഫുൾ ചെളിയായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനൊക്കെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് എന്നുകൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നത്. അതിൽ നിലവിൽ 5 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. 7 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 2 പേരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ 2 പേരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി എടുത്തു പറയേണ്ടതായാലും വൻ ദുരന്തത്തിൽ നിന്ന് കുറച്ച് ആളെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. അതിലും ആ സമയത്ത് നിലവിലെ സാഹചര്യം നാട്ടുകാരും അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഒരു പ്രാഥമിക നിഗമനം. ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഇത് കണ്ട ആളുകൾ അപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടുന്നത് നമുക്ക് പുറത്തു വന്ന CCTV ദൃശ്യത്തിലടക്കം ആളുകൾ ഓടി രക്ഷപ്പെടുന്നതടക്കം നമ്മൾ കണ്ടതാണ്. അതിലേറെ ഭാഗ്യവാന്മാരെ കുറിച്ച് നമുക്ക് ആ ദൃശ്യത്തിൽ കൂടി കാണുകയും ചെയ്തിട്ടുണ്ട്. അത്രയേറെ വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളുകൾ കൂടി ഇക്കാലത്ത് ഈ കൂട്ടത്തിലുണ്ട് എന്നുകൂടി പറയേണ്ടതുണ്ടായാലും 5 പേരോളം ഇതിനകത്ത് ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നൊരു സംശയം കൂടി അതേസമയം നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഈ ഇവിടെ കരാർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് എന്നുകൂടി പറയുന്നുണ്ട്. അതായത് ഈ തുരങ്കപാതയുടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്ന കൊങ്കൺ റെയിൽവേയുടെ അല്ലെങ്കിൽ കൊങ്കൺ ടീമിൻ ആളുകളുടെ ജോലിക്കാരാണ് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും അവരെ കണ്ടെത്താനുള്ള ശ്രമം കൂടി ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ മണ്ണ് വലിയ തോതിൽ വന്നടിഞ്ഞത് വലിയൊരു പ്രതിസന്ധി തീർക്കുന്നുണ്ട്. അത് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ളൊരു പരിശോധന തന്നെയാണ് ഇപ്പോഴും സജീവമായി തന്നെ ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഈ ചൂരൽമല ഭാഗത്തെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാലമാണ് ഈ മീനാക്ഷി പാലം എന്ന് പറയുന്നത്. ആ ഭാഗത്തേക്ക് പോകുന്ന പാലത്തിലെ മണ്ണൊക്കെ നീക്കം ചെയ്തുകൊണ്ട് അവിടത്തേക്കുള്ളൊരു ഗതാഗതം സുഗമമാക്കാനുള്ളൊരു നീക്കം കൂടി കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ തന്നെ ഇവിടെ കൃത്യമായി നടക്കുന്നുണ്ട്. ഏതായാലും കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യം വരെ നിലവിൽ ഈ തിരച്ചിൽ തുടരാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ കണ്ടെത്തുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാന ലക്ഷ്യമായി ഇവിടെ അവശേഷിക്കുകയും ചെയ്യുന്നത്. വിനോദ്.
ഈ ദുരന്തമുണ്ടായ പ്രദേശത്ത് മന്ത്രി ടി സിദ്ദിഖ് അടക്കമുള്ള അനിൽകുമാർ അടക്കമുള്ള ആളുകൾ അവർ ആ പ്രദേശത്തെ ദുരന്തം നേരിൽ കാണുന്നതിനായി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ അവരുടെ അത്തരത്തിലുള്ള ഹെലികോപ്റ്ററിലുള്ള ഈ ഒരു പരിശോധന അവസാനിച്ചിട്ടുണ്ടോ? ഈ ഹെലികോപ്റ്ററിലൂടെ കൂടുതൽ ദുരന്ത പ്രദേശങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഹെലിക്യാം വിഷ്വലുകളൊക്കെ ഉപയോഗിച്ച് എവിടെയെല്ലാമാണ് ഈ ദുരന്തം ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിരിക്കുന്നത്, എവിടെയാണ് കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ വേണ്ടത് എന്നത് നിരീക്ഷിക്കുന്നത് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള ഒരു സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏത് ഭാഗത്താണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്, അല്ലെങ്കിൽ ആളുകൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുള്ള പ്രദേശം ഏതാണ്? പാലം നിർമ്മാണത്തിലിരുന്ന ആ പാലത്തിൻ്റെ ആ ഭാഗത്ത് തൊഴിലാളികൾ ഉണ്ടായിരിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഈ മണ്ണ് മൂടിക്കിടക്കുമ്പോൾ ഇത് ഓരോ പ്രദേശവും എവിടെയാണ് എന്ന് കണ്ടെത്തുക പ്രയാസമാണ്. പക്ഷേ കൃത്യമായി ഗ്രാഫിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മണ്ണുമാറ്റൽ പ്രക്രിയയാണോ ഇപ്പോൾ അവിടെ നടക്കുന്നത്, മിഥുൻ പിള്ള? തീർച്ചയായും അത്തരത്തിലുള്ളൊരു പരിശോധന തന്നെയാണ് നടക്കുന്നത്. അവിടെ നമ്മളിപ്പോൾ JCB കൊണ്ട് മണ്ണ് മാന്തുക അല്ലെങ്കിൽ മണ്ണ് യന്ത്രം ഉപയോഗിച്ച് മണ്ണ് മാന്തുന്ന സ്ഥലത്ത് അവിടെ ഒരു വാഹനമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മണ്ണിടിച്ചിലിൻ്റെ ആഘാതത്തിൽ ഈ മണ്ണിനടിയിൽപ്പെട്ടൊരു വാഹനമാണ് മണ്ണ് യന്ത്രത്തിന് സമീപത്തുള്ളത് എന്നുകൂടി മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ എവിടെയാണ് ആളുകളുള്ളതെന്നെ സംബന്ധിച്ച് കൃത്യമായ ഗ്രാഫുകളൊക്കെ പരിശോധിച്ച് വിനോദ് പറഞ്ഞ പോലെയുള്ള പരിശോധനകളൊക്കെ നടത്തി വരുന്നുണ്ട്. ഏത് പ്രദേശത്താണ് ഇത്തരത്തിൽ ആളുകൾ ഉള്ളത് എന്ന് അടക്കമുള്ള കാര്യങ്ങളൊരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന തന്നെയാണ് ഇപ്പോൾ നടത്തി വരുന്നത്. അപ്പോൾ പക്ഷേ ഈ മണ്ണ് വലിയ തോതിൽ മണ്ണടിഞ്ഞിരിക്കുന്നത് ഏത് ഭാഗത്താണ് എന്ന് സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാത്തൊരു പ്രതിസന്ധി കൂടി സൃഷ്ടിക്കുന്നുണ്ട് എന്നുകൂടി എടുത്ത് പറയേണ്ടതുണ്ട്. അതിലും ഈ വലിയ തോതിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള മണ്ണും നീക്കം ചെയ്ത് എവിടെയാണ് ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ളൊരു പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായി ഓരോ പ്രദേശവും കൃത്യമായി ഈ മണ്ണും കല്ലുമൊക്കെ തന്നെ നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധന പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് ഭാഗത്താണ് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തി ആ ഒരു ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പ്രവൃത്തികളും പുരോഗമിക്കുന്നുണ്ട്. ഈ മണ്ണ് ഇളകി വീണതിനൊപ്പം ഈ കോൺക്രീറ്റ് പ്ലാസ്റ്ററിങ്ങിൻ്റെ ചില ഭാഗങ്ങൾ കൂടി ഇളകി വീണത് വലിയ പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലും നാട്ടുകാരും കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഇത് ഏത് ഭാഗത്താണ് ഇവർ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഇത് തുരങ്കപാത ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പണി നടക്കുന്നത്. അപ്പോൾ ഇത് 3 മാസത്തിന് പണി നിർത്തി വെച്ചതുകൊണ്ട് കുറേ ആൾക്കാർ പോയി, അതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. പിന്നെ ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാർ ആസാമിൽ പോകാത്ത ആൾക്കാരാണ്, ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അത് നാട്ടുകാരും നാട്ടുകാരും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വെച്ചത്. അതൊന്നും ഉറപ്പിക്കാൻ കഴിയണില്ല. തോന്നെ ആൾക്കാരുണ്ട്, 18 ആൾക്കാർ ഇന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം പള്ളിയില്ല, ഇതൊരു പള്ളിയായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഇറ്റാച്ച് നിൽക്കുന്നത് ഒരു പള്ളിയുള്ള സ്ഥലമാണ്. ഇത് വീട്, ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പം പള്ളിയിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ് പള്ളി. അവിടുന്ന് വന്ന മണ്ണുമാന്തി യന്ത്രമാണ് അത്. പിന്നെ അതാ സാധനങ്ങളൊക്കെ ഇതിൻ്റെ പണിയെടുക്കുന്ന ഇറ്റാച്ചിയാണ് അത് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ സാധനങ്ങളാണ് അതൊക്കെ കിടന്നിട്ട് നാശമായി കിടക്കുന്നത്. കുറേ വണ്ടികൾ ഒലിച്ചു പോയി. എല്ലാമാണ് നിഗമനം. പിന്നെ ഈ വീട്ടിലെ ആൾക്കാർ മിഞ്ഞാന്ന് ഉംറക്ക് പോയതുകൊണ്ട് ഉണ്ടായിട്ടില്ല. മോളിൽ നിന്ന് രാവിലെ വേറെ വീട്ടിലേക്ക് പോയി, അതുകൊണ്ട് ആ വീട്ടുകാർ കഴിച്ചിലായി. ഇവിടെ അല്ല, ഇല്ലല്ല. ഇതിലും വലിയ തോതിലുള്ള ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് ഈ ആളുകൾ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ചെറിയ ആളുകളൊക്കെ ഈ പുറത്തുനിന്ന് വന്ന ഇതര സംസ്ഥാനക്കാരായ നാട്ടുകാരൊക്കെ നാട്ടിലേക്ക് ലീവിനൊക്കെ പോയിരുന്നു. നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഇവിടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇവിടെ താഴ്ഭാഗത്ത് പരിശോധന നടത്തുന്ന സ്ഥലത്ത് ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ പള്ളി പൂർണ്ണമായും മണ്ണിൽ അടിയിൽ പോകുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല മുകൾ ഭാഗത്ത് നിന്ന് ഈ മണ്ണിനൊപ്പം വലിയൊരു മണ്ണുമാന്തി യന്ത്രം കൂടി താഴ്ഭാഗത്തേക്ക് ഒലിച്ച് വന്നിട്ടുണ്ട്. അത് ആ വീടിന് സമീപത്തുണ്ട്. മാത്രമല്ല നമ്മൾ നേരത്തെ ദൃശ്യത്തിൽ കണ്ട വീട്ടിൽ
വീട്ടിൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഉംറ ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയൊരു അപകടം ആ രീതിയിൽ കൂടി ഒഴിവായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു ഭാഗത്തു കൂടി വലിയൊരു ആളുകളില്ലാതിരുന്നത് വലിയൊരു അപകടം ഒഴിവാക്കിയെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്ന പ്രദേശത്ത് മുൻപൊരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി അടക്കമാണ് ഈ ഒരു കനത്ത മണ്ണിടിച്ചിലിൽ തകർന്ന് പോയിരിക്കുന്നതെന്ന് കൂടി പറയുന്നുണ്ട് വീട്ടുകാരൻ. തൊട്ടടുത്ത് മറ്റൊരു വീടുണ്ട്. ആ വീട് ഏതാണ്ട് പൂർണ്ണമായും തകർന്ന് പോയിട്ടുണ്ട്. അവിടെ ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്. അതിലും ആ വീട് ഏതായാലും പൂർണ്ണമായും തകർന്ന് ഇനി താമസയോഗ്യമല്ലാത്ത രീതിയിൽ തന്നെയാണ് ആ വീടിൻ്റെ നിലവിലെ സാഹചര്യം. ആ ചെറിയ രീതിയിൽ മൺകൂന കാണുന്ന അവിടെ ഒരു മണ്ണുമാന്തി യന്ത്രം, ആ മുകളിൽ നിന്ന് ഒലിച്ചു വന്ന അല്ലെങ്കിൽ ഇടിഞ്ഞു വന്ന മണ്ണിനൊപ്പം ഉണ്ടായിരുന്നൊരു മണ്ണുമാന്തി യന്ത്രം കൂടിയാണ്. ഇവിടെ ഈ പരിസരത്തൊക്കെ ഇനിയും മണ്ണ് വലിയ തോതിൽ ഇടിഞ്ഞു വന്നൊരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ നാട്ടുകാരും ഈ അപകടത്തിൽ കുടുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരൻ കൂടിയായ അദ്ദേഹം നമ്മോടിപ്പോൾ അല്പസമയം മുമ്പ് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത്. ഏതായാലും വലിയൊരു ദുരന്തം കൺമുന്നിൽ കണ്ടതിൻ്റെ ഒരു ആഘാതം പല ആളുകൾക്കും ഉണ്ട് എന്നുകൂടി എടുത്ത് പറയേണ്ടതുണ്ട്. പലരും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലടക്കം കാണുവാൻ വേണ്ടി സാധിച്ചിരുന്നു. പലരും ഓടി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ കണ്ടതാണ്. വാഹനത്തിന് മുന്നിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്നത് കണ്ട് ഭീതിയോടെ ഓടി രക്ഷപ്പെടുന്ന ആളുകളെയൊക്കെ നമുക്ക് ആ ദൃശ്യത്തിൽ കണ്ടതാണ്. ഏതായാലും ആ ഭീതിയൊക്കെ ഒഴിഞ്ഞത് ആളുകളെ എല്ലാവരും രക്ഷപ്പെടുത്താൻ കഴിയട്ടെ എന്നൊരു കാര്യം തന്നെയാണ് നാട്ടുകാർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്നതിലും. ഈ പണിക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു, ജോലിക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു, ഏതാണ്ട് 18ഓളം പേരുണ്ടായിരുന്നു എന്നൊരു കാര്യം കൂടി നാട്ടുകാർ പറഞ്ഞപ്പോൾ ഈ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം കൂടി അതിൽ വരേണ്ടതുണ്ട്. എത്ര പേര് കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ഔദ്യോഗികമായൊരു വിശദീകരണം വരേണ്ടതുണ്ട്. നിലവിൽ 5 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ തന്നെ 7 പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. 2 പേർ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വിനോദ്, അത് ഏറ്റവും പുതിയ വിവരങ്ങളാണ് മിഥുൻ പിള്ള കൈമാറുന്നത്. 5 മരണം സ്ഥിരീകരിക്കുന്നു, 7 പേർക്ക് പരിക്കുണ്ട് എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കുന്നു. മിഥുൻ പിള്ള, ഒരു കാര്യം കൂടി, ഈ ദുരന്തം ഉണ്ടായ ഭാഗത്തെ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കായി അവരെ എങ്ങോട്ടേക്കാണ് മാറ്റി പാർപ്പിച്ചത്? അവരെ മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ മിഥുൻ? വയനാട് ദുരന്തമുഖത്ത് മേപ്പാടിയിൽ മണ്ണിടിഞ്ഞ പ്രദേശത്ത് നിന്നാണ് തത്സമയ ദൃശ്യങ്ങളും വാർത്തകളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ നൽകുന്നത്. അവിടെ ആ ഭാഗത്ത് മണ്ണിടിഞ്ഞ് ഒരു ക്രൈസ്തവ ദേവാലയം പൂർണ്ണമായി മണ്ണിനടിയിലായി എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ആ ഭാഗത്ത് ഏതാനും വീടുകൾ മണ്ണിനടിയിലായിട്ടുണ്ട്. നിർമ്മാണത്തിൽ ഇരുന്ന തുരങ്കപാതയുടെ അതിൻ്റെ ആരംഭ ഭാഗത്താണ് ഈ മണ്ണ് ഇടിഞ്ഞ് കുമിഞ്ഞുകൂടി വന്നിട്ടുള്ളത്. അവിടെ നിർമ്മാണ തൊഴിലാളികളായിട്ടിരുന്ന അന്യസംസ്ഥാനത്തെ തൊഴിലാളികൾ ഈ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനം തുടരുന്നതിനാൽ എത്ര പേർ മണ്ണിനടിയിലുണ്ട് എന്ന് കൃത്യമായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. നിലവിൽ 5 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 7 പേർ ചികിത്സയിലുണ്ട്, 3 പേർ ചികിത്സ തേടി മടങ്ങി എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. പക്ഷേ മണ്ണിനടിയിൽ നിരവധി ജീവനുകൾ ഇനിയുമുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് അവിടെ തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. NDRFനെ പോലുള്ള സന്നദ്ധ സർക്കാർ സംവിധാനങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നു. സേവാഭാരതിയെ പോലുള്ള സന്നദ്ധ സംഘടനകളും സ്ഥലത്ത് സേവന പ്രവർത്തനങ്ങളുമായി കർമ്മനിരതരാണ്. ഈ ഭാഗത്തേക്ക് നിരവധി ആളുകൾ എത്തുന്നുമുണ്ട്. മിഥുൻ പിള്ള, കേൾക്കാമെങ്കിൽ ഈ അപകട ഭീഷണി ഉള്ള സ്ഥലത്തെ വീടുകളിൽ നിന്നും ആളുകളെ മുഴുവനായി മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് ഏത് കേന്ദ്രത്തിലേക്കാണ്? ഇത്തരം ആളുകളെ അല്ലെങ്കിൽ താൽക്കാലികമായി താമസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ വയനാട് ജില്ലാതലത്തിൽ, കളക്ടറേറ്റ് തലത്തിൽ അത്തരത്തിലൊരു സംവിധാനം ഇപ്പോൾ നിലവിലുണ്ടോ മിഥുൻ?
തീർച്ചയായും വിനോദ്, ഇപ്പോൾ ഈ പല മേഖലകളിലും താൽക്കാലികമായി ആളുകളെ മാറ്റി പാർപ്പിക്കുന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ആളുകളെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് അവിടെ ചില സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തം ഇനി ഉണ്ടാകാതിരിക്കാൻ ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റി, ഈ പ്രദേശത്തു നിന്ന് മാറ്റി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന ഒരു പ്രവൃത്തിയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പല ആളുകളും അങ്ങോട്ടേക്ക് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. ചില ആളുകളൊക്കെ ഈ ഇപ്പോഴും പ്രത്യേകിച്ച് ചൂരൽമല ഭാഗത്തേക്ക് അവിടെ ആളുകൾ താമസിക്കുന്ന മേഖലയിലേക്ക് ആളുകൾ ഇപ്പോഴും പോകുന്നൊരു നിലയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിലും വലിയ തോതിലുള്ള ഇവിടെ പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ചൂരൽമല നിവാസികളായ ആളുകളെ റോഡിലെ തടസ്സങ്ങൾ മാറ്റുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം അക്കരെ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ആ മേഖലയിലൊക്കെ തന്നെ ആളുകളെ കടത്തിവിടുന്നുണ്ട്. പ്രധാനമായും മീനാക്ഷി പാലത്തിലെ തടസ്സങ്ങൾ, മണ്ണ് വീണ് അടഞ്ഞ തടസ്സങ്ങൾ നീക്കം ചെയ്ത ശേഷമാണ് ഇത്തരത്തിൽ അങ്ങോട്ടേക്ക് ആളുകൾ ഇപ്പോൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും വരുന്നൊരു സാഹചര്യമുണ്ട്. അതിലും ഈ ദുരന്ത ഇനിയും മണ്ണിടിച്ചൽ സാധ്യത ഉണ്ടാകാനിടയുള്ള ആ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് മാറ്റുന്ന രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിലും ഈ രക്ഷാപ്രവർത്തനവും അതോടൊപ്പം തന്നെ ഇവിടെ ഈ പ്രദേശത്ത് അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികളും സജീവമായി തന്നെ മണ്ണിലകപ്പെട്ടവരെ കണ്ടെത്താനുള്ള ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിവേഗത്തിലാണ് അത്യാധുനിക സംവിധാനങ്ങളടക്കം എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.